കൂട്ടുകാരെ നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണമെന്ന് ഞാൻ പറയണേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഒരു ഇതുമില്ല, മനസ്സമാധാനം എന്ന് പറയണതില്ല. അല്ലെങ്കിൽ എന്താണെന്ന് എനിക്ക് നിങ്ങളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയണില്ല. എന്നെ ഇവിടെ എല്ലാവരും ചീത്ത പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. അമ്മയ്ക്ക് ഞാൻ പറയാറുണ്ട്, അമ്മയുടെ അസുഖങ്ങൾ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട്. അപ്പോൾ നമുക്ക് പ്രായമായ നമ്മുടെ അമ്മമാരെ അച്ഛനെ അമ്മേനെയൊക്കെ നമ്മൾ നോക്കണം. നമ്മൾ ചെറിയ കുട്ടികളാവുമ്പോൾ നമ്മളെന്നെ അവർ നോക്കേണ്ട കടമ, അതുപോലെ നമുക്ക് മക്കളുണ്ടാകുമ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ നോക്കേണ്ട കടമ, ഇതൊക്കെ റുട്ടീനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അതെല്ലാം അറിയാം, എനിക്കും അറിയാം. നമ്മൾ പ്രായമായിട്ട് നമ്മുടെ അച്ഛനും അമ്മേനെ നോക്കണതിന് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. അതല്ല കേട്ടോ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരടി കിട്ടി അതിന്ന് നമ്മൾ തരണം ചെയ്ത് വരുമ്പോൾ അടുത്തടി കിട്ടുകയാണ്. അങ്ങനെ ഓരോ ഷോക്കായിട്ടാണ് നമുക്ക് ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ട് പോകുന്നത്. അങ്ങനെ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ടെൻഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് എനിക്കറിയണില്ല. അത് എനിക്ക് മറ്റൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കാനും അറിയില്ല. അറിയാത്തവർക്ക് എന്നെപ്പറ്റി അല്ലെങ്കിൽ എന്നോട് കൂടെ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ അല്ലാത്തവർക്ക് അത് മനസ്സിലാക്കാനും കഴിയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രാത്രിയും പകലും ഒക്കെ ഒരുപോലെ, ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ 1.5 മാസത്തോളം അങ്ങനെ ആയി. രാവും പകലും ഞാൻ തന്നെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് നമുക്കിങ്ങനെ റെസ്റ്റ് ഇല്ലാതെ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കുറച്ച് ഓർമ്മക്കുറവുണ്ട്. ചുരുക്കം ഞാൻ മെഡിസിൻ കൊടുത്താൽ പോലും അവിടുന്ന് 5 മിനിറ്റ് കഴിഞ്ഞാൽ അമ്മ പറയുന്നത് ഞാൻ മെഡിസിൻ കൊടുക്കണില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ വീണ്ടും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയിട്ട് 5 ദിവസം കൂടുമ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലഡും കൊടുത്തിട്ട് ഞാൻ റിസൾട്ട് വാങ്ങിച്ച് അത് വാങ്ങിക്കഴിഞ്ഞ് ഡോക്ടർക്ക് കാണിച്ചു. പസൽസ് എപ്പോഴും ഉണ്ട്, 18-20 ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, അങ്ങനെ പോകുന്നു. അപ്പോൾ ക്രിയാറ്റിനിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ ഒന്നുമല്ല, നമുക്കിപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കിഡ്നീനെയാണല്ലോ ബാധിക്കുക, നമുക്കറിയാം, അറിയാതെയല്ല. എന്നാലും എനിക്കൊരു പേടിയും. അതുപോലെ വീട്ടിൽ വന്നപ്പോൾ കുറച്ചൊക്കെ അമ്മയുടെ കാര്യങ്ങളൊക്കെ വെച്ചാൽ ബാത്റൂം പോക്കും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് പോകുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്, തന്നെ ബ്രഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ വെച്ച് കൊടുത്താൽ കഴിക്കുന്നുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ എനിക്ക് മനസ്സുകൊണ്ട് എനിക്കങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് നിൽക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിമിഷം സത്യം പറഞ്ഞൊന്ന് പുറത്ത് പോകാൻ പോലും എനിക്ക് പറ്റണില്ല. പുറത്ത് പോകാൻ പറ്റണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂർ എന്നെ ഇപ്പോൾ നീന അതാണ് പറയുന്നത്, അമ്മ 24/7 ഏത് നേരവും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ശരിയാണ്, അങ്ങനെ ചിന്തിച്ച് ഞാനൊരു രോഗിയായി മാറുകയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മെൻ്റലിയും ഞാനൊരു രോഗിയാണ്, ഫിസിക്കലും നമ്മളായി പോവുകയാണ്. കാരണം BP അതുപോലെ ഷുഗറൊക്കെ എനിക്ക് സംഭവിക്കും. ഈ അവസ്ഥ എന്താണെന്ന് എനിക്കൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ പ്രായമായില്ല, എങ്ങനെയാണ് നമ്മൾക്ക് ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരണം ഉണ്ടില്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷെ അതല്ല എൻ്റെ പ്രശ്നം. നമുക്ക് ജീവനുള്ളിടത്തോളം കാലം അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ നന്നായിട്ട് നോക്കുക. അങ്ങനെ ആത്മാർത്ഥമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അല്ലാത്തവർക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. മൈൻഡ് ചെയ്യാത്ത ആൾക്കാരാച്ചാൽ പിന്നെ അങ്ങനെ പ്രശ്നമില്ല. അതല്ല, അപ്പം നമ്മൾ ഓരോ സമയം കുടിക്കാനുള്ള വെള്ളം എടുത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതൊക്കെ ഞാനാണ് ചെയ്ത് കൊടുക്കുന്നത്. വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അമ്മ എന്നോട് പറയും, ഞാനിപ്പോൾ കുടിച്ചോളൂ, എനിക്ക് വയറ് വീർത്ത് മുട്ടിയിട്ട് വയ്യ, എനിക്ക് വേണ്ട എന്ന് പറയും. അപ്പോൾ ഞാൻ 1 മണിക്കൂർ കൂടുമ്പോഴേക്കേ കൊടുക്കണുള്ളൂ. എന്നിട്ടാണ് ഇങ്ങനെ കേട്ടോ, ഞാൻ ബാറിലിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്, ഞെരിഞ്ഞിലിട്ട് തിളപ്പിച്ച് വെള്ളം കൊടുക്കുന്നുണ്ട്, ചെറുവിലിട്ട് തിളപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്നിച്ചെല്ലാം കൂടി കൊടുക്കല്ല, ഓരോന്ന് മാറിയിട്ട് കൊടുക്കുക. എങ്ങനെ കൊടുത്താലേ ഇതിന് മാറ്റം കിട്ടുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം എത്രയൊക്കെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വെള്ളം കുടിച്ചിട്ടും ബാറിലിട്ട് കൊടുത്തിട്ടും ഇതൊന്നും കുറവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക എൻ്റെ അവസ്ഥ. രാത്രിയൊക്കെ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പേടിയാങ്ങാനും ഷുഗർ കുറയോ ടെൻഷനിൽ ഞാൻ ഉറങ്ങാതെ അങ്ങനെ ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഞാൻ ഷുഗറൊക്കെ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു സമാധാനമായി ഞാൻ പിന്നെ മെല്ലെ വന്ന് കിടക്കുകയാണ് കേട്ടോ. അതുപോലെ രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അമ്മയ്ക്ക് വെള്ളം കൊടുക്കും. അപ്പോൾ എന്നോട് പറയും ഞാൻ കുടിച്ചതാണ്. ഞാൻ പറയും ഇല്ല, രാത്രി ഇനി മൂത്രം ഒഴിക്കാൻ എഴുന്നേൽക്കട്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ രാത്രി കൊടുക്കണില്ല, പകൽ മാത്രമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ. ഇത്രയൊക്കെ ആയിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ എനിക്ക് മാനസികമായിട്ട് എനിക്കത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നില്ല. അപ്പോൾ പിന്നെ മാത്രമല്ല, ഇനിയൊരു ഹോസ്പിറ്റൽ വാസം അല്ലെങ്കിൽ എനിക്കത് ചിന്തിക്കുമ്പോഴേ എനിക്ക് ആകെ കുഴഞ്ഞു പോവുക ശരീരം. ചിന്തിക്കാനുള്ളൊരു ശക്തി എനിക്കില്ലാത്ത പോലെ തോന്നുകയാണ്. അപ്പോൾ എന്നോട് എല്ലാവരും പറയും അങ്ങനെ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ
ആലോചിച്ച് കഴിഞ്ഞാലാണ് ഇങ്ങനെ സംഭവിക്കുള്ളൂ. എത്രയോ ക്ഷീണമായിട്ടോ എങ്ങനെ കിടക്കണ്ടായിരുന്ന അമ്മേനെ ഇങ്ങനെ നോക്കിയെടുത്തിട്ട് ഇപ്പം ഇങ്ങനെ അമ്മ നടക്കണില്ല. എന്നോട് അടുത്തുള്ളവരൊക്കെ അത് പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരും എന്നോട് വന്നാൽ പറയും അത് കുട്ടീനെ തന്നെ സമ്മതിക്കണം. കുട്ടി ഇങ്ങനെ ഓരോ മിനിറ്റിലും നോക്കിയിട്ട് ഓരോ പോയിന്റ് നോക്കിയിട്ട് കണ്ടിട്ടാണ് ഇങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും അല്ല അമ്മ ഉണ്ടാവുക എന്നൊക്കെ എന്നോട് പറയും. അതൊക്കെ ശരിയാണ്. ഇല്ല, എനിക്ക് ചിലപ്പോൾ മാനസികമായിട്ട് വിഷമം വരിക. ചെറുതായിട്ട് വട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. ചെറുതായിട്ടുള്ള എല്ലാ മനുഷ്യന്മാർക്കും കുറേശ്ശെ വട്ടുണ്ട്. പക്ഷെ അതെന്ന് എനിക്ക് തോന്നുകയാണ് എനിക്ക് മാനസികമായിട്ട് ഇങ്ങനെ ആകെ എന്തെന്ന് പറയുക, കാല് കെട്ടിയ പോലെ എന്ന് പറയില്ലേ, ഒരു അമ്പലത്തേക്ക്. അപ്പോൾ എന്നോട് മിനിഞ്ഞാന്ന് ഇതുപോലെ ഒരാൾ വിളിച്ചിട്ടപ്പോൾ എന്നോട് പറഞ്ഞു കേട്ടോ, നിങ്ങളൊന്ന് അമ്പലത്തേക്ക് പോവുമോ അല്ലെങ്കിൽ അങ്ങനെ പോവുമോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്പലത്തേക്ക് പോയി എനിക്ക് പുറത്തൊരാളോട് പറയാൻ പറ്റില്ല. ആ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ എനിക്ക് ഇവിടെ നിന്നൊന്ന് നീങ്ങാനായിട്ട് എനിക്ക് പറ്റണ്ടേ. എൻ്റെ ഹെൽത്തും എനിക്ക് നോക്കാൻ പറ്റണില്ല. അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഒരു പരിവായി പോയി. അപ്പോൾ അമ്പലത്തിലേക്കല്ല എവിടേക്ക് പോകണമെന്നുണ്ടെങ്കിലും എങ്ങാനും ഷുഗർ കുറയുമോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എനിക്ക് ടെൻഷനായിട്ട് ഞാൻ ഇങ്ങനെയായി. നടക്കുന്നിടത്തും അതുപോലെ ഞാൻ പോണോടത്തൊക്കെ ഞാൻ നോക്കുന്നത് ഒരേ കാര്യങ്ങൾ. എന്ത് കാര്യം അറിയോ, യൂറിനറി ഇൻഫെക്ഷൻ മാറാളത് എന്താണ്. ഇതൊന്ന് കുറഞ്ഞ് കിട്ടിയാലല്ലേ. എത്ര മാസമായി ഇതും കൊണ്ട് നടക്കണമെന്നറിയോ. ഇതിലും മീതപ്പോൾ എന്താ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ എനിക്കറിയണില്ല. ആൻറ്റിബയോട്ടിക് കൊടുത്ത് ഇനി ആൻറ്റിബയോട്ടിക് അമ്മയ്ക്ക് ഏൽക്കാതെ വരുമെന്നുള്ളൊരു സംശയത്തിലാണ് ഞാനിരിക്കണം. ഇപ്പോഴും യൂറിനറി ഇൻഫെക്ഷനുള്ള മെഡിസിൻ ടാബ്ലറ്റുകൾ കൊടുക്കുന്നുണ്ട്, മറ്റേ സിറപ്പും കൊടുക്കുന്നുണ്ട്. ഇതിലും മീതൊക്കെ എന്താ ചെയ്യാൻ എനിക്കറിയില്ല. ഒന്നിന് എതിരായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തും ചെയ്യാനായിട്ട് എനിക്ക് പേടിയാണ്. അതാണ് ഞാൻ പച്ചമരുന്നുകൾ പരീക്ഷിക്കാത്തത്. പച്ചമരുന്നുകൾ പരീക്ഷിച്ചിട്ട് ഇനി ക്രിയാറ്റിൻ കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എങ്ങനെ പോയാലും മനസ്സിനൊരു സമാധാനമില്ല. ദൈവത്തിൻ്റെ ഇതിൽ എനിക്കിപ്പോൾ ഈ ആരോഗ്യമുള്ള സമയത്ത് എനിക്ക് നന്നായിട്ട് ജീവിക്കാം. എനിക്കറിയാം, അതെനിക്ക് അറിയാതെയല്ല. പക്ഷെ അതിനെനിക്ക് പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ. എനിക്ക് എന്താ പറയേണ്ടത് എനിക്കറിയണില്ല. എന്നോട് എപ്പോഴും പറയുന്നുണ്ട്, കുട്ടികളൊക്കെ ഇവിടെ ചീത്ത പറയുന്നുണ്ട്, ഫ്രജി പറയുന്നുണ്ട്, ചേച്ചി എപ്പോഴും ഇതിങ്ങനെ ആലോചിച്ചിരിക്കല്ലേ ചേച്ചി, അത് വിട്ടു എന്ന് പറയുന്നുണ്ട്. നീനും പറയാറുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ എന്നോട് പറയും. പിന്നെ ഭാരതി വിളിക്കുമ്പോൾ എന്നോട് പറയും, അമ്മ ഇത് നോക്കണ പോലെ ആരാ നോക്കുന്നത്, അമ്മ ഇത്രയും നന്നായിട്ട് നോക്കണില്ലേ, ഇതിലപ്പുറം ഞാൻ അമ്മ ഇങ്ങനെ നോക്കാനൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ടെൻഷൻ എനിക്കെല്ലാം അറിയണുള്ളൂ. എനിക്ക് പോകാനും അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകാനും പറ്റിയില്ലെങ്കിലും എനിക്ക് അതിലൊന്നും എനിക്ക് വിഷമമില്ല ഇപ്പോൾ. കാരണം എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും ഈ യൂറിനറി ഇൻഫെക്ഷൻ ഒന്ന് കുറഞ്ഞ് കിട്ടിയാൽ മതി. സത്യം പറഞ്ഞാൽ എനിക്ക് മടുത്തു തുടങ്ങി. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താ വെച്ചാൽ ഒരാളോട് സംസാരിക്കാനോ ആരെങ്കിലും ഫോൺ ചെയ്യാനോ ഒന്നിനു പോലും സമയമില്ല. അത് വേറെ കാര്യം. പിന്നെ വിളിച്ചാൽ പോലും എനിക്ക് മെൻ്റലി അവരോട് നമുക്ക് സംസാരിക്കാനായിട്ട് എനിക്ക് തോന്നണില്ല. അങ്ങനെ മാനസികമായിട്ട് ഞാൻ ആകെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. എനിക്കിത് എങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത് എനിക്ക് അറിയണില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് ഇവരൊക്കെ എന്നോട് പറയുന്നുണ്ട് അമ്മയ്ക്ക് മെൻ്റലി ഇതാവും എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്. ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഏതൊക്കെ വരിക എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ വന്നാലും ഇങ്ങനെ ആവട്ടെ. കാലത്തേക്ക് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴാണ് ഞാൻ അമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരിക എന്ന് ആലോചിച്ചിട്ട് ഇരിക്കുകയാണ്. ഞാൻ അതിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു സമാധാനം കിട്ടണ്ടേ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടിരുന്നു. അപ്പോൾ നമ്മളെ മനസ്സിലാക്കുന്നവർ അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കി നമ്മളോട് അതനുസരിച്ച് വിളിക്കും അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കും ചെയ്യുന്നവരോട് എനിക്ക് ഫോണിൽ കൂടെ ഞാൻ ചിലപ്പോൾ എൻ്റെ വിഷമം കൊണ്ട് ഞാൻ കരയും. അല്ലെങ്കിൽ തൊട്ട വീട്ടിലെ അവരൊക്കെ വന്നിട്ട് എന്നോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും, ചേച്ചി ഇങ്ങനെ വിഷമിക്കേണ്ട അല്ലെങ്കിൽ മോളിങ്ങനെ വിഷമിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ അവരോടും ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാം. അങ്ങനെ പറയുന്നതുകൊണ്ട് എനിക്ക് ഇന്നിങ്ങനെ ജീവിച്ച് പോകാനായിട്ട് പറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് എനിക്ക് വയ്യ, മാനസികമായിട്ടും വയ്യ. എന്താ എനിക്ക് പറയേണ്ടത് എനിക്ക് അറിയണില്ല. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എങ്ങനെയൊക്കെ ചെയ്തിട്ടും യൂറിനറി ഇൻഫെക്ഷൻ അമ്മയ്ക്ക് കുറയണില്ല. ഇനി ഇതിലും ഇത് ഡോക്ടർ എന്താ ചെയ്യാൻ, ഡോക്ടറിനെ ആകെ അങ്കലാപ്പിലായിട്ടായിരിക്കണം. നമ്മുടെ യൂട്യൂബ് അമ്മാവൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് വീഡിയോ വൈറലാവണമില്ല അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വ്യൂസ് ഇല്ല. ആ ടെൻഷനിലിരിക്കണ പോലെ തന്നെയാണ് യൂറിനറി ഇൻഫെക്ഷന് വേണ്ടിയിട്ട് മെഡിസിൻ ചെയ്ത് യൂറിനറി ഇൻഫെക്ഷൻ മാറണമില്ല. ഇത് അപ്പോൾ അതും ഒരു കാഴ്ച പോലെ അല്ലെങ്കിൽ ഒരു കാവലിരിപ്പ് പോലെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ എനിക്ക് എന്താ പറയണ്ടേ, വീഡിയോ ഇടാനും എനിക്കില്ല തോന്നുന്നില്ല. മാനസികമായിട്ട് നമുക്ക് ഒന്നിനും പറ്റാത്ത പോലെ രാവിലെ എഴുന്നേൽക്കും, ഞാൻ എൻ്റേതായിട്ടുള്ള പണികൾ ചെയ്യും, അടുക്കള പണികൾ ചെയ്യും, അതുപോലെ നമ്മുടെ കാര്യങ്ങൾ നോക്കും, അത്രയൊക്കെ തന്നെ. പിന്നെ ഇപ്പോൾ നമ്മുടെ ഈവക്കുട്ടി ഞെക്കൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ ഒരു സമാധാനം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായി തീരും. അങ്ങനെയാണ് അവസ്ഥ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ പറയാനായിട്ട്. നമ്മൾ മാനസികമായിട്ട് എങ്ങനെയൊക്കെ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് വീഡിയോ ഒന്നും കറക്റ്റായിട്ട് എനിക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരിക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആകുമ്പോഴല്ലേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ള എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.